വന്നപ്പോ മുതല് മഴയില്ലായിരുന്നു. അവസാനത്തെ 2 ദിവസം നമ്മൾ റിലാക്സ് ചെയ്യുന്ന ദിവസം മഴ വന്നു. അതുകൊണ്ട് സമാധാനം. അധികം ഇതൊന്നും മുടങ്ങിയില്ല. വ്യൂ നമ്മൾ ഈവൻ മറ്റേ ഫിഫി ഐലൻഡ് പോയപ്പോഴും ജസ്റ്റ് ഒന്ന് മഴ പെയ്തതേ ഉള്ളൂ രാവിലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ ബോട്ടിൽ ഇരിക്കുമ്പോഴും മഴ പെയ്തു അല്ലേ. അല്ലാണ്ട് പിന്നെ നമ്മൾ ഇറങ്ങുമ്പോ ട്രിപ്പിന്റെ ഇടയ്ക്കൊന്നും മഴ പെയ്തില്ല. പിന്നെ അതുപോലെ പട്ടായയിലും ഒരു ദിവസം അതും ഞങ്ങൾ ഇതുപോലെ എല്ലാം കറങ്ങി കണ്ട് വന്ന് വീട്ടിൽ കയറി റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ മഴ പെയ്തു. രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്ന ടൈം ആയപ്പോഴത്തേക്കും മഴയും മാറി. ബാങ്കോക്കിൽ മഴ കിട്ടിയില്ല എന്നാണ്. ബാങ്കോക്കിൽ മഴ കിട്ടിയില്ല, പട്ടായയിലും ഫുക്കറ്റിലുമാണ് കിട്ടിയത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ ഫുക്കറ്റിലെ ലാസ്റ്റ് ഡേ ഫുക്കറ്റ് ഓൾഡ് ടൗണിലാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തത്. കാസാബ്ലാങ്ക എന്ന് പറഞ്ഞിട്ട് ഫുക്കറ്റ് മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് നാക്ക മാർക്കറ്റ് പോവുക, ഷോപ്പിംഗ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, നാളെ രാവിലെ ചെക്ക് ഔട്ട് ചെയ്യുക, ഫ്ലൈറ്റ് പിടിക്കുക, ബാംഗ്ലൂർ എത്തുക. അതാണ് ഞങ്ങൾ ഇന്നത്തെ സ്റ്റേ വന്ന് ലോഗിൻ ചെയ്തത്, ചെക്ക് ഇൻ ചെയ്തു. അയ്യോ, പാർക്കിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഒന്നുമില്ല. കാസാബ്ലാങ്ക എന്ന് പറഞ്ഞിട്ട് റൂമാണ്, അല്ല ഹോട്ടലാണ്. അപ്പം ഇവിടെ ഇങ്ങനെ എൻട്രൻസ് ചെറിയൊരു സെറ്റപ്പ്, പക്ഷേ നല്ല അടിപൊളി ക്ലീൻ ആൻഡ് നീറ്റ്. ഇതാണ് നമ്മളുടെ റൂം. ഇവിടെ ചെറിയൊരു കബോർഡും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. സേഫ്റ്റി ബോക്സൊക്കെ ഉണ്ട് ഇൻസൈഡ്. ഇവിടെ അടിപൊളി ഒരു മിററും ഇതൊക്കെ ഉണ്ട്. ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ്റൂം അവിടെ, ഇതാണ് വാഷ്റൂം. ഭയങ്കര നീറ്റ് വാഷ്റൂം അല്ലേ, നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണി ഒന്നുമില്ല, ജസ്റ്റ് വിൻഡോസ് മാത്രമേ ഉള്ളൂ. വിൻഡോസ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വിമ്മിംഗ് പൂള് കാണാം. ചെറിയൊരു സ്വിമ്മിംഗ് പൂള്, 1.30 മീറ്റർ ആഴം. അത്രയും ചെറിയ, മറ്റേനേക്കാളും ആഴമുണ്ട്. അപ്പം ഞാൻ നിന്ന് മുങ്ങോ? അടിപൊളിയല്ലേ? റൂമെല്ലാം നല്ല ക്ലീൻ, ഭയങ്കര ക്ലീൻ. ഇത് നല്ല അടിപൊളി സെറ്റപ്പ്. ലോക്കിങ് തനിയെ തന്നെ ലോക്ക് ആയിക്കോളും, നമ്മൾ ലോക്ക് ചെയ്യാൻ മറന്നാലും. കണ്ടോ, ഡോർ ലോക്ക്ഡ്. നൈസ്. ഇവിടെ വാഷ്റൂമിന് കുറ്റി ഉണ്ടാവും, നോക്കട്ടെ. ഇതിങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ നിന്ന് രണ്ടിടത്തും അല്ലേ, നേരത്തെ നിന്ന് 2 സ്ഥലത്തും ഇതില്ല, വാഷ്റൂമിന് ലോക്കില്ലായിരുന്നു. AC ഓൺ ചെയ്യും, റെസ്റ്റ്. ഇനിയൊരു 10, 15, 20, 4 മണിക്കൂർ അടുപ്പിച്ച് നടന്ന രാഹുലിന് 2 മണിക്കൂർ റെസ്റ്റ്. ഇനി ഇവിടെ സൺഡേ മാർക്കറ്റേ ഉള്ളൂ. ഫുക്കറ്റിൽ സൺഡേ മാർക്കറ്റാണ്. ഇല്ലെങ്കിൽ നാക്ക മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ്, 1 മണിക്കൂർ ഡ്രൈവ് അവിടെ പോകണം ഷോപ്പിങ്ങിന്. അപ്പം നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് നാക്ക മാർക്കറ്റ് പോകുന്നു. നാക്ക മാർക്കറ്റ് അങ്ങനെ ആണോ? ഓക്കെ, എത്ര റേറ്റ്? കോക്കിന് 40. കൈയെടുത്ത്, കോക്കിനൊക്കെ 40 പത്തേ ഉള്ളൂ. കൊള്ളാലോ. ഈ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ചാർജൊന്നും ഇല്ലയെന്ന് പറഞ്ഞു പുള്ളിക്കാരത്തി. എൻ്റെ ഗ്രാബ് ബൈക്ക് ഇവിടെ കൊണ്ടിറക്കി. രാഹുലിന് ഒരു 5-6 മിനിറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞു. രാഹുലിപ്പോൾ വരും. ഞാൻ രാഹുലിനെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കാം. ഇവിടെ നാക്ക മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. രാഹുലൊരു 6 മിനിറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്തുമായിരിക്കും. രാഹുലും വന്നു. രാഹുലിനെ അയാൾ അപ്പുറത്ത് കൊണ്ട് ഇറക്കി. ഇനി ഞാൻ എങ്ങനെ ക്രോസ് ചെയ്യും? ഫുക്കറ്റിലെ തന്നെ വലിയ നൈറ്റ് മാർക്കറ്റാണ് ഈ നാക്ക മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഷോപ്പിംഗ് പാരഡൈസ് എന്ന് തന്നെ പറയാം. ഫുള്ള് സാധനങ്ങളും നമുക്ക് നല്ല ഓഫറിനും എന്ത് സാധനം നോക്കിയാലും നമുക്ക് അവിടെ കിട്ടും. അങ്ങനത്തെ ഒരു വലിയൊരു മാർക്കറ്റാണ്.
ഇത് കുറേ നടക്കാനുണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 5-6 മണിക്കൂർ നടന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് ലാസ്റ്റ് മതിയായി നിർത്തി പോകുന്നതാണ് തിരിച്ച്. ഏത് പ്രായക്കാർ വന്നാലും ഏത് ടേസ്റ്റുള്ള ആൾക്കാർ വന്നാലും ഇവിടുന്ന് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം അത്രമാത്രം സാധനങ്ങളും അത്രമാത്രം ഷോപ്സും ഉണ്ട്. ഡ്രസ്സ്, ഫേക്ക് പ്രോഡക്ട്സ് ഒത്തിരി ഉണ്ട്, ലെതർ പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കുഞ്ഞ് പെറ്റ്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫുള്ള് ഇതുപോലത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഫുഡ് കോർട്ട് എന്ന് പറയുന്ന പോലെ ഫുഡിൻ്റെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ലൈവായിട്ട് മ്യൂസിക്കും, അതായത് ഞങ്ങൾ പോയ സമയത്ത് ഒരു കുട്ടികളുടെ ഒരു 4-5 കുട്ടികളുടെ ഒരു ബാൻഡ് പോലെ വന്നിട്ട് അവരുടെ പെർഫോമൻസ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. പ്ലസ് ആൾക്കാർ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് അവിടെ അവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് ചെയ്യാം, ഫുഡ് കഴിക്കാം, എൻജോയ് ചെയ്യാം. അങ്ങനെ എല്ലാ ഓപ്ഷൻസും കൂടി ചേർന്നൊരു മാർക്കറ്റാണ്. ആരുമില്ല പട്ടിക്ക. തേള്, പുഴു, പാറ്റ, വിട്ടില്. ലൈവും എല്ലാം ഉണ്ടല്ലേ. ഇതാണ് സീവീഡ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. അവിടെ കാണിക്കും. ഓയസ്റ്റർ ഉണ്ടാവും. ഓയസ്റ്റർ എടുത്തു. കല്ലുമ്മക്കായ. ഡൂറിയൻ. ഞങ്ങളിവിടെ ഫുഡ് കോർട്ടിൽ നിന്ന് അങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ല. ലൈറ്റായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് 1-2 സ്നാക്സ് മാത്രമേ കഴിച്ചുള്ളൂ. കാരണം ഞങ്ങൾ കാർ പാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓപ്പോസിറ്റ് ഹോട്ടലിന് കാർ പാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ അവിടെ ഓപ്പോസിറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ അവർ പറഞ്ഞു, ഇവിടെ പാർക്ക് ചെയ്തോ, നിങ്ങൾ ഒരു നേരം വന്ന് ഫുഡ് കഴിച്ചാൽ മതി എന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി എന്നാൽ ഡിന്നർ അവിടെ നിന്ന് ആക്കാമെന്ന് കരുതി ഞങ്ങൾ അവിടെ പോയി. പക്ഷേ അവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല. അമ്മാതിരി ബഹളമായിരുന്നു. എന്ന് വെച്ചാൽ പാട്ടും അങ്ങനത്തെ ഒരു വൈബുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ക്ഷീണിച്ച് വന്നിട്ട് പിന്നെ ആ ഒച്ചയും ബഹളവും കൂടി കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഫോട്ടോ എടുക്കാനും ഭയങ്കര തിരക്കായിരുന്നു. ഫോട്ടോ എടുക്കാൻ
ഈ ലിറ്റിൽ ഫുക്കറ്റ് നോക്കിയാലോ. ഞാനൊരു ഫ്രൈഡ് ഫിഷ് പറഞ്ഞു ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാനെങ്ങനെ കഴിക്കും? എങ്ങനെയുണ്ട് രാഹുൽ കഴിക്കും? ഫിഷ് എങ്ങനെയുണ്ട്? ഫ്രൈ ചെയ്യുന്ന പോലെ മറ്റേ ഡീപ് ഫ്രൈ അല്ലേ? ഫ്രൈ ആയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഇതിന്റെ ഗാർലിക്കിന്റെ ഒക്കെ ടേസ്റ്റ് കൊള്ളാം. സോസ് അടിപൊളി, എരിവുള്ള സോസ്, നല്ല എരിവുള്ള സോസ്. പിന്നെ മീനിന്റെ ഉടുമ്പ് ചൊവ്വയില്ല, നല്ല സെറ്റായിട്ട് ചെയ്തത്. ഈ ഗാർലിക് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അതിന്റെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഞങ്ങൾ കഴിച്ച് ഓൾമോസ്റ്റ് കഴിയാറായി. അന്നേരം നല്ല മഴ പിന്നെയും പെയ്തു തുടങ്ങി. ഫുഡ് കഴിച്ച് സെറ്റായിട്ട് നടക്കുമല്ലേ? എന്നാലും നടക്കുന്നുണ്ട്. മറ്റേ റൂമിലെത്തി റെസ്റ്റ് എടുക്കാം. ഫസ്റ്റ് പോയാൽ ഫസ്റ്റ് റെസ്റ്റ് എടുക്കാം. ഇത് ഗ്രീൻ ക്ലബ് കാണാവോ? ഗോ ഗ്രീൻ. അതെ. എല്ലാം കാറിൽ വെച്ചിട്ട് വേണമെങ്കിൽ വരാം. വീണ്ടും നമ്മൾ എവിടെ എത്തി? ഇതെന്ത് സംഭവം ആയിരുന്നല്ലോ? ഈ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് കിടന്നിട്ടാണ് നമ്മൾ ഇവിടെ വരാഞ്ഞല്ലേ? ശേ, അറിഞ്ഞില്ല. അല്ലേ, അറിഞ്ഞില്ല. അതെ, ആ ചുമ്മാ അല്ല, ഈ സംഭവമായിരുന്നു. പക്ഷെ ഇവിടെ സ്ട്രീറ്റൊക്കെ അടിപൊളിയല്ലേ? ഇവിടെയാണ് ഞങ്ങൾ ആദ്യം കയറിയത്, പപ്പാസുല. അവിടെ മ്യൂസിക്കും ഇതൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ നമുക്ക് കുറച്ച് സമാധാനത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ആംബിയൻസ് ഇല്ല. അതെ, അവിടെ നമ്മുടെ കാറ് കിടപ്പുണ്ട്, ആ മരത്തിൻ്റെ ബാക്കിലുള്ള. അതെ, ഇതാണ് നമ്മുടെ കാസാബ്ലാങ്ക. അടിപൊളിയാണ് ആക്ച്വലി, അല്ലേ? അടിപൊളിയാണെന്ന് പറഞ്ഞു. നമ്മൾ മേടിച്ച സാധനങ്ങൾ ഇല്ല 4 കവർ കിട്ടിയ. താങ്ക് യു. കീ കാർഡ് മറന്നുപോയി ഞങ്ങൾ. ആക്ച്വലി വെക്കുന്ന കാർഡ് വേറെ. അപ്പം ഞങ്ങൾ അതാണ് കീ കാർഡ് എന്ന് പറഞ്ഞിട്ട് അതെടുത്തോണ്ട് വന്നു, ഓർത്തില്ല. ഇവിടെ ലിഫ്റ്റ് ഇല്ല, പക്ഷെ അടിപൊളി സ്ഥലമാണ്. അതെ. ബൈ. ഇനി നാളെ രാവിലെ എനിക്ക് ബാക്കി കുഴപ്പം.